ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിൻസ് അബ്രഹാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈസി എന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഇവിടുത്തെ ഇസ്രായേലിലുള്ള ഒരു ലൈഫിനെ ഈസി ആക്കി തരും. ഇത് ഇസ്രായേലിലെ ഏറ്റവും പോപ്പുലറായ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് മാത്രമല്ല, ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഇസ്രായേലിലേക്ക് ആരാണോ ഇസ്രായേലിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിലേക്ക് ടൂർ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രവാസികൾക്കും, ഇസ്രായേലിലേക്ക് വരാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അവരൊക്കെ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇവിടെ വരുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഉപകാരപ്പെടും. കാരണം ഇതിനകത്ത് എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ട്. കാരണം ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ഞാനിപ്പം താമസിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പം പെട്ടെന്ന് ഹെയർ കട്ടിങ് ചെയ്യണം. എനിക്കറിയില്ല എവിടെയാ ഹെയർ കട്ടിങ് ഷോപ്പ് ഉള്ളതെന്ന്. ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു ഹെയർ കട്ടിങ് ഷോപ്പ്, അത് കാണിക്കുന്നു ഇന്ന ലൊക്കേഷനിൽ ഇത്ര ഷോപ്പ് ഉണ്ട്. എനിക്ക് അടുത്തുള്ള ആ ലൊക്കേഷൻ കാണിക്കുന്നു, അങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് കാണിക്കുന്നു, അത് എപ്പോഴൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളതെന്ന് കാണിക്കുന്നു. ഓ, എന്തൊരു ഇതാണ്. അത് കഴിഞ്ഞ് എനിക്കിപ്പം ഇപ്പൊ എന്റെ ഒരു ക്ലോത്ത് അത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ട്. അത് ഇച്ചിരി ഡാമേജ് ആയിപ്പോയി, അത് സ്റ്റിച്ച് ചെയ്യണം. എനിക്കറിയില്ല എവിടെയാണ് ടൈലറിംഗ് ഷോപ്പ് ഉള്ളതെന്ന്. ഞാൻ ജസ്റ്റ് ഈ ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആ ആപ്ലിക്കേഷൻ എന്നെ കാണിക്കുന്നത് നിങ്ങളുടെ ലൊക്കേഷനിൽ എവിടെയാണ് ടൈലറിംഗ് ഷോപ്പ് ഉള്ളത്. അതിന്റെ ടൈമിങ്സ് അറിയാൻ സാധിക്കുന്നു, നമ്പർ ഉണ്ട്, ഇനി അങ്ങോട്ട് പോകാനായിട്ടുള്ള ഗൂഗിൾ മാപ്പ് ഉണ്ട്. അത് നമ്മളെ കാണിച്ചു തരികയാണ് എല്ലാ ഇൻഫോർമേഷനും. അതുപോലെ തന്നെ എനിക്ക് എന്റെ ഈ ലൊക്കേഷനിൽ ഇപ്പൊ എന്റെ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാനായിട്ട് വന്ന് എനിക്കിപ്പോ ഫോട്ടോ എടുക്കണം. ഇവിടെ എവിടെയാണ് സ്റ്റുഡിയോ ഉള്ളത്, ഇവിടെ എവിടെയാണ് ഫോട്ടോഗ്രാഫി ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് കാണിച്ചു തരുന്നത് ഇവിടെ ഫോട്ടോഷോപ്പ് ഉണ്ട്, ഇവിടെ ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട്, അത് ഇത്ര സമയം വരെ പ്രവർത്തിക്കുന്നു, അങ്ങോട്ട് പോകാനായിട്ടുള്ള മാർഗങ്ങൾ ഇതൊക്കെയാണ്. ഇനി ബസ്സിലാണ് പോകണ്ടെങ്കിൽ ബസ്സിനെ കാണിച്ചു തരും, ഇല്ലെങ്കിൽ നടന്നു പോകാനായിട്ടാണെങ്കിൽ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും. ഇനിയിപ്പം എനിക്കൊരു ജെറോക്സ് എടുക്കണം. ഇപ്പം നമ്മൾ എംബസിലൊക്കെ പോകുമ്പോഴത്തേന് നമ്മളോട് പാസ്പോർട്ടിന്റെ കോപ്പി, അതിന്റെ കോപ്പി, ഇതിന്റെ കോപ്പി എല്ലാം ചോദിക്കണം. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ടാണേലും ഇവിടെ ഇരുന്നിട്ടാണേലും നമ്മുടെ ലൊക്കേഷനിലാണേലും നമുക്ക് ഇപ്പൊ ഫോട്ടോ കോപ്പി എടുക്കുന്ന ഷോപ്പിന്റെ പേര്. ഇനി അതല്ല, നമുക്ക് ഇന്ത്യൻ സ്റ്റോർ, നമ്മുടെ ലൊക്കേഷനിൽ ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ സ്റ്റോർ എവിടെയെങ്കിലും ഉണ്ടോ, ഇതിനകത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, ഇന്ത്യൻ സ്റ്റോർ നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, നമുക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് ഏതാണ് നമുക്കറിയാം. ചില പോസ്റ്റ് ഓഫീസ് ചില ദിവസം ഏജൻസികൾ ചില ദിവസം അടവാണെങ്കിൽ നമ്മുടെ അടുത്ത ലൊക്കാലിറ്റിയിലുള്ള ചില പോസ്റ്റ് ഓഫീസ് തുറന്നിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ട്. അപ്പൊ പോസ്റ്റ് ഓഫീസ്, ക്ലോത്ത് സെന്റർ, അങ്ങനെ നിരവധി, ഇപ്പൊ ഡെന്റൽ ക്ലിനിക്ക് എന്ന് വേണ്ട അങ്ങനെ സകല. ഇപ്പം നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഏറ്റവും അടുത്തുള്ള പള്ളി ഏതാണ്, ആ പള്ളി ഓപ്പൺ ഉണ്ടോ ഇല്ലയോ, ആ പള്ളിയിലേക്ക് എങ്ങനെ പോകാം, എല്ലാം കണ്ടുപിടിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസസും അട്രാക്ഷൻ പ്ലേസസും സകലവും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈസി ആയിട്ട് ആ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ പറ്റും. പിന്നെ അത് തന്നെയല്ല, നമുക്ക് പലതും ഇതിനകത്ത് ബുക്കിംഗ് വരെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അന്നേരം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ മൊബൈൽ ഒന്ന് എടുക്കുകയാണ്. യെസ്, അപ്പൊ നമ്മുടെ ഈ മൊബൈൽ ഒന്ന് എടുത്തു. മൊബൈലിനകത്ത് എന്റെ ഈ ഹോം സ്ക്രീനിൽ തന്നെ പ്ലേ സ്റ്റോർ കാണുന്നുണ്ട്. ഞാൻ ഈ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിന്റെ മേളിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാണ്. അപ്പൊ എന്റെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ആയി. പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോ അതിന്റെ മേളിൽ ആ സെർച്ച് ബാറിന്റെ അവിടെ ഈസി ഇസ്രായേൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ താഴെ സെർച്ച് എന്ന് കൊടുത്തു. ദേ കണ്ടോ, അവിടെ ഈസി എന്ന് പറയുന്ന ഒരു ഹീബ്രുവിലും കാണാം, ഈസി എന്ന് പറയുന്ന മേളിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു സിമ്പിളുള്ള ആപ്ലിക്കേഷനെ ഞാനിങ്ങനെ അതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇതിന് 4.6 റിവ്യൂസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. കണ്ടോ, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം 4.6 റിവ്യൂസ് ഉള്ള ആപ്ലിക്കേഷനാണ്. കണ്ടോ,
1 മില്യൺ ഡൗൺലോഡ്സ് 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, എനിവേ നമുക്ക് ഈ ആപ്ലിക്കേഷനെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ എന്ന് കാണുന്ന ഈ പച്ച ബട്ടണിലൊന്ന് നിങ്ങളൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കണ്ടത് ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, യെസ്, ചില പെർമിഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കാം. യെസ്, ഇപ്പം എൻ്റെ സെക്യൂരിറ്റി സ്കാൻ ഒക്കെ കഴിഞ്ഞു. ഞാനിപ്പം ഈ ആപ്ലിക്കേഷന് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ ലൊക്കേഷൻ ചോദിക്കുന്നത്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കണം. യെസ്, ഇപ്പം നിങ്ങൾ ഓർക്കും ഇതെന്തുവാ ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഹീബ്രുവിലാണല്ലോ കാണുന്നതെന്ന്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വരീഡ് ആകണ്ട. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 വര കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ ഒരു മനുഷ്യന്റെ ഒരു ചിത്രമാണ്. ഇപ്പുറത്ത് 3 വര കാണാൻ പറ്റും. 2 വര വലുതും നടുക്കത്തെ വര കുഞ്ഞതുമാണ്. അതിലൊന്ന് നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇങ്ങനെ മെനു കിട്ടും. കണ്ടോ, മെനു കണ്ടു. അതിനുശേഷം ഇവിടെ ഇംഗ്ലീഷ് എന്ന് താഴെ കണ്ടു. ആ ഇംഗ്ലീഷ് എന്ന് കാണുന്നിടത്ത് നിങ്ങളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അപ്പോഴത്തേന് ഈ ആപ്ലിക്കേഷൻ മൊത്തം ഇംഗ്ലീഷിലേക്കായി. കണ്ടോ, ഇനിയിപ്പം നമുക്ക് ഈ ലൊക്കേഷൻ ഇല്ലെങ്കിൽ ബുക്കിംഗ് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ലോഗിൻ ആകേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ മനുഷ്യന്റെ ഒരു സിമ്പിൾ കാണാം. ആ സിമ്പിളിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് എങ്ങനെയാണ് ലോഗിൻ ആകുന്നതെന്ന് ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വഴി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വഴി ഓൾറെഡി ഞാനിവിടെ ലോഗിൻ ആയി കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ കണ്ടോ, അതെ ഞാൻ ലോഗിൻ ആയിട്ടുണ്ട്. എൻ്റെ എല്ലാം ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇംഗ്ലീഷിൽ തന്നെ വന്നു. ഞാൻ നേരത്തെ സെർച്ച് ചെയ്തതൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട അത്. ഓക്കെ, ഇതാണ് ഈസി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ഇത് കണ്ടോ. ഈ താഴെ കാണുന്നത് കമ്മിങ് ഹോം ഫോർ ടൂറിസ്റ്റ്, ഈറ്റ്, ഫിക്സ് ഫോർ ഇസ്രായേലിസ്, ഷോപ്സ്, വെക്കേഷൻ, സർവീസസ്, ഇൻഫോ, ഇതൊക്കെ ഇൻബിൽട്ട് ആയിട്ടുള്ള നമുക്ക് ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന. ഞാൻ ഇതിനകത്ത് ചിലതൊക്കെ കാണിച്ചു തരാം. കമ്മിങ് ഹോം എന്ന് പറയുന്നിടത്ത് കണ്ടോ, ഇതിനകത്ത് ചില ഇൻബിൽട്ട് ആയിട്ട് സെർച്ചിങ് ഇതുണ്ട്. ഫുഡ് ഡെലിവറി, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, അങ്ങനെ ഇതിനകത്ത് കുറെ ഇത് കാണും. നമുക്ക് ഇതിനകത്ത് ഏറ്റവും വേണ്ടിയത് ഹെൽത്ത് ആൻഡ് ബോഡി കെയർ എന്ന് പറഞ്ഞ് അതിനെയൊന്ന് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എൻ്റെ ലൊക്കേഷനിൽ നിന്ന് എനിക്ക് ഏറ്റവും അടുത്തുള്ളത് ഹെൽത്തിനെ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഇത് കണ്ടോ. എനിക്ക് ഇവിടുന്ന് സൂപ്പർ പാം ഉള്ളത് 1.2 കിലോമീറ്റർ. ഞാൻ ആ സൂപ്പർ പാം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇവിടെ കാണുന്നത് കണ്ടോ, നമുക്ക് നാവിഗേഷൻ ഉണ്ട്, ഫോണുണ്ട്, ഓൺലൈനിൽ ഓർഡർ ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ആ ഓർഡർ ഓൺലൈനിലെ ആ ഒരു സൈറ്റിലേക്ക് പോകും. ഓക്കെ, എനിവേ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ സൂപ്പർ ഫോം സെലക്ട് ചെയ്തതിന് ശേഷം താഴേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടെ ഓപ്പൺ ആസ് യൂഷ്വൽ ഇവിടെ പറയുന്നിടത്തൊന്ന് താഴെ ഒരു എറോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് കണ്ടോ, ഈ ഷോപ്പ് എപ്പോഴൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. താഴേക്ക് വരുമ്പോഴത്തേന് അവരുടെ ഫോൺ നമ്പർ, ഫാക്സ്, ഇമെയിൽ ID ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ കിട്ടും. ഇനി ഇപ്പം എനിക്ക് എനിക്കിപ്പം ഈ ഒരു സൂപ്പർ ഫോമിലേക്ക് പോകണം. അതിന് ഞാൻ നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ, നാവിഗേഷൻ എന്ന് പറയുന്നിടത്ത് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നാവിഗേഷൻ എന്ന് പറയുന്നിടത്ത് പ്രസ് ചെയ്തുമ്പോഴത്തേന് നമുക്ക് ഇവിടെ ഗൂഗിൾ മാപ്പാണോ അതോ ഇവരുടെ ഗെറ്റിറ്റ് ആണോ മൂവിറ്റ് ആണോ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ഗൂഗിൾ മാപ്പിന്റെ ഇത് സിമ്പിൾ സെലക്ട് ചെയ്യുന്നു. അപ്പോഴത്തേന് എൻ്റെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആകുന്നു. ഓക്കെ, ഇവിടുന്ന് എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതെന്നാണ്. ഞാനിവിടെ കാറിന്റെ സിമ്പിളാണ് കിടക്കുന്നത്, അത് വേണ്ട. ഞാൻ വാക്കിങ്ങിന്റെ ഡിസ്റ്റൻസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. കണ്ടോ, നടക്കാനാണെന്നുണ്ടെങ്കിൽ കണ്ടോ
ഇവിടെ ഇങ്ങനെ നടക്കാനായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നമുക്ക് നടക്കാനുള്ള. എനിക്ക് അരമണിക്കൂർ മതി എനിക്ക് ആ സൂപ്പർ ഫാമിലേക്ക് പോകാനായിട്ട്. ഞാനിവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇങ്ങനെ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സ്റ്റാർട്ട് എന്ന് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇനിയിപ്പം നമുക്ക് ഇതിങ്ങനെ അവിടം വരെ നടന്ന് പോകാനായിട്ട് ഇത് നമ്മളെ കാണിച്ചു തരും എങ്ങനെയാ പോകേണ്ടതെന്ന്. ഞാൻ ഏതായാലും ഇത് ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, ഞാൻ ബാക്കിലേക്ക് വരികയാണ്. ഓക്കെ, അങ്ങനെ ഇൻബിൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഫോർ ടൂറിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ എവിടെയാണ് പ്ലേസ് ടു ഈറ്റ്, പിന്നെ അങ്ങനെ റാഫ്കാവ് കാർഡ് റീചാർജ് ചെയ്യണം. നമുക്കറിയാം, നമ്മൾ ജെറുസലേം ഇല്ലെങ്കിൽ ടെലവീവിലൊക്കെ പോയി കഴിഞ്ഞാൽ റാഫ്കാവിന്റെ കാർഡ് നമുക്ക് റീചാർജ് ചെയ്തേ പറ്റുള്ളൂ. ആ കാർഡ് ഇല്ലാതെ നമുക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് കണ്ടോ, ഈ മൊബൈലിൽ ഇവിടെ റാഫ്കാവ് ചാർജ് സ്റ്റേഷൻസ് എന്ന് കണ്ടോ, അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് കണ്ടോ എന്റെ ഇവിടുന്ന് എവിടെയൊക്കെയാണ് ഈ റാഫ്കാവിന്റെ റീചാർജിങ് സ്റ്റോർസ് ഉള്ളത് കണ്ടോ. എന്റെ ഇവിടെ ബർക്കായിലെ സൂപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഇവിടുന്ന് തൊട്ടടുത്താണ് മാനിത്ത്, അവിടെ ഉണ്ട്. അങ്ങനെ നമുക്കിവിടെ കാണിക്കും. അങ്ങോട്ട് പോകാനുള്ള ലൊക്കേഷനൊക്കെ ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരുന്നു. ഓക്കെ, എനിവേ ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെയാണ് നമുക്ക് ATMs കണ്ടോ. ഇനി നമുക്കിപ്പോൾ ATMs വേണം. നമുക്ക് നമ്മുടെ ഇപ്പം നമ്മുടെ ഇസ്രാ കാർഡ് ഉണ്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ സ്മാർട്ട് കാർഡോ വിസ കാർഡോ ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ പൈസ എടുക്കണം. അപ്പോൾ ATMകൾ എവിടെയാണ്, നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ATM എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ATM എന്ന് കൊടുക്കുന്നു. കണ്ടോ, എനിക്കിവിടെ തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ബർക്കാഡ് സൂപ്പർ മാർക്കറ്റിലുണ്ട്. അങ്ങനെ ഇവിടെ അടുത്തുള്ള ലൊക്കേഷൻസ് ഇവിടെ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 278 മീറ്റർ ദൂരത്തിലാണ് എനിക്കൊരു ATM ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് 1.88 കിലോമീറ്റർ ദൂരത്തിലാണ് വേറൊരു ATM ഉള്ളത്. ഓക്കെ, അങ്ങനെ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ ഇനി ഈറ്റ് എന്ന് പറയുന്നിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ റെസ്റ്റോറന്റ് എവിടെയാണ്, അതിന്റെയൊക്കെ ഡീറ്റെയിൽ, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, സർവീസസിൽ നമുക്ക് ഹെൽത്ത് കെയർ. ഇപ്പം നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നിടത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ ക്ലിനിക്ക്, ഡെന്റൽ ക്ലിനിക്ക്, ഇത് നമ്മുടെ എല്ലാ ക്ലിനിക്കും നമ്മുടെ അടുത്തുള്ള എല്ലാ ക്ലിനിക്കുകളും നമുക്കിങ്ങനെ കാണിച്ചു തരും. എനിക്കിപ്പോൾ അടുത്ത് ക്ലലിത്തിലേക്ക് പോകണം, ഞാനത് സെലക്ട് ചെയ്യുന്നു. കണ്ടോ, ക്ലലിത്തിലേക്ക് പോകാനുള്ള വഴി നാവിഗേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലലിത്തിലേക്ക് പോകാനായിട്ടുള്ള വഴി കാണിച്ചു തരും. ഇനി ഇത് എപ്പോഴൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേ ബി ചേഞ്ച് സബ്ജക്ട് ടു, ഇവിടെ ഈ താഴെ വന്നത് ഇങ്ങനെ ഒരു ഇതിൽ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ ഇവിടുത്തെ ക്ലാലിറ്റി ഓപ്പൺ ആയിട്ടുള്ള സമയങ്ങളാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയും കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതൊക്കെ ഇൻബിൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനിയിപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇനി സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്ത് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഇനി സെർച്ചിന്റെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് വരും. ഈ ഇവിടെ മേളിൽ കണ്ടോ മൈ ലൊക്കേഷൻ, അതായത് നമ്മൾ ഉള്ള സ്ഥലത്ത് നിന്ന് സെർച്ച് ചെയ്യാനായിട്ട്. സെക്കൻഡ് ഇവിടെ കണ്ടോ അതർ ലൊക്കേഷൻ, അന്നേരം മേളിൽ സെർച്ച്, താഴെ ചേഞ്ച് അഡ്രസ് എന്നും വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ലൊക്കേഷൻ. ഇപ്പം ഞാനിപ്പം ഉള്ളത് കിബൂസ് ബർക്കായിലാണ്, പക്ഷെ എനിക്ക് അറിയേണ്ടത് ഹദേറ, ഇല്ലെങ്കിൽ എനിക്ക് അറിയേണ്ടത് ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് സെർച്ച് ചെയ്യുമ്പോൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജെറുസലേമിൽ എനിക്ക് ചർച്ചസ് ആൻഡ് മോനസ്ട്രീസ്, ചർച്ചസ് ഒക്കെ ഏതൊക്കെ പള്ളികളാണ് ജെറുസലേമിലുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ടാബ് എന്ന് പറയുന്നത് ഓൺ ദ വേ, ഞാനത് ക്ലിക്ക് ചെയ്യാം. ഓൺ ദ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറന്റ് ലൊക്കേഷൻ, ഇപ്പൊ ഞാനിവിടെ കിബൂസ് ബർക്കായിലുണ്ട്, കിബൂസ് ബർക്കായി എന്ന് കൊടുക്കുന്നു. കറന്റ് ലൊക്കേഷൻ അത് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ, ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഡെസ്റ്റിനേഷൻ ഞാൻ നസറേത്ത് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എനിക്ക് വേണ്ടിയത് ഈ വഴിക്ക് എവിടെയാണ് ATM ഉള്ളതെന്നാണ്. അപ്പോൾ അതേ കണ്ടോ ഈ വഴിക്കുള്ള ഇതിന്റെ ഈ ഒരു റൂട്ട് മാപ്പ് എനിക്ക് കാണിച്ചു തന്നു. ഈ റൂട്ട് മാപ്പിനകത്ത് സെർച്ച് അറൌണ്ട് റൂട്ട് എന്ന് പറയുന്നിടത്ത്
ഇത് 3 വഴി കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഈ സെർച്ച് അറൗണ്ട് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ATMന്റെ കണ്ടോ, ഈ പോയിന്റ് കാണിക്കുന്ന എല്ലാം ATMന്റെ പോയിന്റുകളാണ്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ഞാൻ ആ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് കാണിക്കുന്നുണ്ടോ, ഇവിടെയാണ് എനിക്കൊരു ATM ഉള്ളതെന്നൊക്കെ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. പിന്നെ അല്ലാതെ ഞാനിപ്പോൾ സെർച്ച് ബാറിൽ കൊടുക്കുന്നു മൈ ലൊക്കേഷൻ, എൻ്റെ ലൊക്കേഷനിൽ അടുത്തുള്ളത് മാത്രം. എനിക്കിപ്പോൾ ആദ്യമേ വേണ്ടത് പോസ്റ്റ് ഓഫീസാണ്. പോസ്റ്റ് ഓഫീസസ് എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്തുള്ള എല്ലാ പോസ്റ്റ് ഓഫീസസ് ഇവിടെ കാണിക്കും. എനിക്ക് ആ പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ ഇപ്പം എനിക്ക് പോസ്റ്റ് ഓഫീസ് എൻ്റെ ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ഞാൻ ആ പോസ്റ്റ് ഓഫീസിൻ്റെ ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. ആ പോസ്റ്റ് ഓഫീസ് എനിക്കിപ്പം ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്ന് അറിയണം. അതിന് ഞാനിത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിന്റെ സമയമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ആൾമോസ്റ്റ് അപ്ഡേറ്റഡ് തിങ്സ് ആണ് കേട്ടോ. ഇത് ആൾമോസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം എനിക്ക് ഈ പോസ്റ്റ് ഓഫീസിലേക്ക് പോകാനായിട്ട് നാവിഗേഷൻ എന്ന് പറയുന്നിടത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗൂഗിൾ മാപ്പ് സെലക്ട് ചെയ്യുന്നു. കണ്ടോ, എനിക്ക് ഇങ്ങോട്ട് പോകാനായിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല. അത് 5 കിലോമീറ്റർ ഉണ്ട്. സോ ഞാൻ ബസ്സിന്റെ സിമ്പിൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇവിടുന്ന് എനിക്ക് പോകാനായിട്ടുള്ള ബസ് നമ്പർ കാണിച്ചു തരുന്നു. ഓക്കെ, എത്ര മിനിറ്റ് മതി, എപ്പോഴാണ്, ഇനി 5 മണിക്കാണ് ബസ് ഉള്ളതെന്നാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, നമ്മൾ ഈ ബസ്സിന്റെ ഇത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളായി കൃത്യം ഇറങ്ങേണ്ട സമയമാകുമ്പോഴത്തേനും നമ്മളോട് ഈ ഗൂഗിൾ മാപ്പ് പറയും നിങ്ങളുടെ സ്ഥലം എത്തി, ഇറങ്ങിക്കോ എന്ന് പറയും. അത്രയ്ക്കും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് കണ്ടെന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടി, ഇന്ത്യൻ സ്റ്റോർ, ഇന്ത്യൻ ഇല്ലെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറന്റ്. ഞാൻ ഇന്ത്യൻ റെസ്റ്റോറന്റ് നടിക്കുകയാണ്. കണ്ടോ, നമുക്ക് അടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ കാണിച്ചു തരുന്ന കണ്ടോ, എന്തുമാത്രം ഇന്ത്യൻ റെസ്റ്റോറന്റ്. ഞാനൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആദ്യത്തെ എനിക്ക് ഇവിടുന്ന് 11 കിലോമീറ്റർ മാത്രമുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ്, താജ് ഇന്ത്യൻ റെസ്റ്റോറന്റ്, വെറും 11 കിലോമീറ്ററേ ഉള്ളൂ. ഞാനത് സെലക്ട് ചെയ്യുന്നു. കണ്ടോ, ഞാൻ ഇസ്രായേൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യൻ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഞാൻ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ വിഭവങ്ങളും നമുക്ക് ഇസ്രായേലിൽ കിട്ടുമെന്ന് കണ്ടോ. ചപ്പാത്തി എന്താണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിവേ ഇത് കണ്ടോ, 45 രൂപയാണ് ഈ താലിക്ക്, 30 ഷെക്കലാണ് അതിന്. ഓക്കെ, എന്താണേലും ആട്ടെ, ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാനും പറ്റും. ഇങ്ങനെ ഒരു റെസ്റ്റോറന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ അടിച്ചാൽ മതി. ഞാൻ കണ്ടോ, എനിക്കിപ്പോ താജ് ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക് പോകണം. ഞാൻ നാവിഗേഷൻ എന്ന് പറയുന്നിടത്ത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഗൂഗിൾ മാപ്പ് സെലക്ട് ചെയ്യുന്നു. കണ്ടോ, അങ്ങോട്ട് പോകാനുള്ള ബസ്സൊക്കെ കാണിച്ചു തരുന്നുണ്ട്, എങ്ങനെയാണ് അവിടം വരെ എത്തുക എന്നുള്ളത്. അപ്പൊ ഈ ഗൂഗിൾ മാപ്പിന്റെ ഡയറക്ഷൻ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കണം. ഇന്ത്യൻ സ്റ്റോർ കണ്ടോ, ഇന്ത്യൻ സ്റ്റോർ കണ്ടോ. ഇന്ത്യൻ സ്റ്റോർ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് കുറെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും അടുത്തുള്ള കാര്യം ഇതാണ്, ഈ ഇന്ത്യൻ സ്റ്റോർ ആണ്. സോ ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിന്റെ ഹോം പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ ആ വെബ്സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് കണ്ടോ, നിരവധിയായ കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാം ഉണ്ട്, വിക്സ് തൊട്ട് ഇന്ദുലേഖ വേണമെങ്കിൽ ഇന്ദുലേഖയുണ്ട്, ആയുർവേദിക് ബ്രിഞ്ചാൽ ഓയിൽ, ഇന്ദുലേഖ വേണമെങ്കിൽ ഇന്ദുലേഖ വേണമെങ്കിലും ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ഓൺലൈനായിട്ടും വാങ്ങാൻ സാധിക്കും, അല്ലാതെ നമുക്ക് അവിടെ പോയിട്ടാണെങ്കിലും വാങ്ങാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഫോട്ടോ കോപ്പിയോ ഇപ്പൊ ഫോട്ടോ എടുക്കാനായിട്ട്
ഫോട്ടോഗ്രാഫി സ്റ്റോർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. കണ്ടോ, എനിക്കിവിടെ ഏറ്റവും അടുത്തുള്ള ഫോട്ടോഗ്രാഫിയുടെ സ്റ്റോർസ് ആണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, ഇനി എന്താണ് വേണ്ടി? ഇതിങ്ങനെ സെർച്ച് ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എല്ലാ ഡീറ്റെയിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് ഇങ്ങനെയാണ് കാണുന്നത്. ഈസി എന്ന് പറയുന്നത് കണ്ടോ, ഈസി എന്നതിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾ നമ്മളെ ലാംഗ്വേജ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെയായിരിക്കും ഇത് ഇരിക്കുന്നത്. ഇപ്പൊ ചർച്ചസ് ആൻഡ് ഇനി ഒരു സെർച്ചും കൂടെ കൊടുത്തേക്കാം. എനിക്കിവിടെ എന്റെ ലൊക്കേഷനിൽ നിന്ന് ചർച്ചസ് ആൻഡ് മോനാസ്ട്രി എവിടെയൊക്കെയാണെന്ന് അറിയണം. കണ്ട, എന്റെ ലൊക്കേഷനിൽ ഏറ്റവും അടുത്തുള്ള പള്ളികളൊക്കെ തന്നെ സ്റ്റെല്ല മേരീസ് മോനാസ്ട്രി, അങ്ങനെ എല്ലാം ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള ചർച്ചസിൽ കാണിക്കുന്നുണ്ട്. എനിക്കിപ്പോ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാവിഗേഷൻ ഓപ്പൺ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇവിടെ താഴെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ടെമ്പററി ക്ലോസ്ഡ് ആണ് ഡ്യൂ ടു ഹെൽത്ത് മിനിസ്റ്റർ റെസ്ട്രിക്ഷൻസ്. ഇപ്പൊ ഒന്നും ഓപ്പൺ അല്ല. ഇനിയിപ്പോ നാവിഗേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഗൂഗിൾ മാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ബസ് നമ്പറും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരും. ഓക്കെ, അപ്പം ഈ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കിടിലൻ ഒരു ആപ്ലിക്കേഷൻ അല്ലേ? നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഇതൊന്ന് നോക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും വിവരിച്ചു തരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.